ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിഹി ഭവതി. ഹേ ഭാരത, അഭ്യുത്ഥാനം അധർമ്മസ്യ തദാ ആത്മാനം സൃജാമി അഹം. ഹേ ഭാരത, ഈ ശ്ലോകം ദുർവ്യാഖ്യാനം ചെയ്തു വെച്ചിട്ടുണ്ട്. സ്വാമി കണ്ടിട്ടുള്ള ഒരു പുസ്തകം. എപ്പോഴാണോ ഭാരതത്തിൽ ധർമ്മത്തിന് ച്യുതിയുണ്ടാകുന്നത് അപ്പോഴെല്ലാം ഭഗവാൻ കുതിരപ്പുറത്ത് അവതരിക്കും എന്ന്. എന്നാ എത്രയോ ചാൻസ് ഭഗവാൻ വെറുതെ കളഞ്ഞിരിക്കുക. പഴയ 47 മുതൽ നമ്മുടെ ചരിത്രം, 47 പിറകിലും ചരിത്രമുണ്ട് ഇന്ത്യക്ക്. എന്നാലും പഞ്ചാബ് വിഭജനമൊക്കെ മനുഷ്യ മനസ്സിലേൽപ്പിച്ച മുറിവ് അല്ലേ, രക്തപ്പുഴ തന്നെ ഒഴുക്കിയിട്ടുണ്ടല്ലോ അല്ലേ. കൂട്ടക്കൊലകൾ നടന്ന സമയം ഭഗവാൻ വെറുതെ കളയായിരുന്നു അവസരം. എത്രയോ. ഇനി ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ നൂറ്റാണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിലും ഭഗവാൻ നഷ്ടപ്പെടുത്തി. ഈ നൂറ്റാണ്ടിന്റെ ആരംഭത്തിലും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ചാൻസുകൾ വെറുതെ കളയുന്നു അല്ലേ. കേരളത്തിൽ, ഒറീസയിൽ, അതുപോലെ ഗുജറാത്തിൽ, ഇങ്ങനെ പല പല സ്ഥലങ്ങളിലും പലതും നടക്കണം. ഭാരതത്തിൽ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവുന്ന സമയത്ത് ഭഗവാൻ അവതരിച്ച് ആ ധർമ്മത്തെ പുനഃസ്ഥാപിക്കും എന്ന് അങ്ങനെ ഒരു മനക്കോട്ട കെട്ടി അങ്ങനെ കുറച്ച് ആളുകൾ ഇരിക്കണം. പിന്നെ പറയണു, എന്നെങ്കിലും ഭഗവാൻ കുതിരപ്പുറത്ത് വരും, വരാതിരിക്കില്ല. എന്താ ഇവിടെ പറയണത്? സ്വാമിക്ക് അധികമൊന്നും പറയണ്ട, കാരണം 3 അധ്യായം പറഞ്ഞതുകൊണ്ട്. 4-ാം അധ്യായം മാത്രം എടുക്കുകയാണെങ്കിൽ കുറെ കാര്യം പറയണമായിരുന്നു. പറഞ്ഞ ആ ശ്ലോകത്തെ ആ മൂലശ്ലോകത്തിൽ നിന്ന് മാത്രം പറയാം. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിഹി ഭവതി. എപ്പോഴാണ് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്? ഗ്ലാനി എന്നാൽ ച്യുതി സംഭവിക്കുന്നത്. എവിടെയാണ് ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത് എന്ന് 1-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ധർമ്മക്ഷേത്രമാണ് നമ്മുടെ ശരീരം. ധർമ്മക്ഷേത്രമായിട്ടുള്ള ഈ ശരീരത്തിൽ യുദ്ധം ചെയ്യാൻ അണിനിരന്ന് നിൽക്കുന്ന മാമകന്മാർ എന്റേത് എന്നതാണ് യുദ്ധത്തിന് നിദാനമായിട്ടുള്ള വികാരം. 1-ാമത്തത്, എന്റെ വേണ്ടപ്പെട്ടവരെ ഞാൻ എണ്ണുന്ന സമയത്ത് എന്നിൽ യുദ്ധം സംഭവിച്ചു കഴിഞ്ഞു. ശരിക്കും മനസ്സിലാക്കേണ്ടതാ. ഇതിൽ നിന്ന് നിങ്ങൾ വിട്ടുപോയാൽ ഗീതയുടെ ഈ വഴി മനസ്സിലാവാതെ നിങ്ങൾക്ക് അപരിചിതമായിട്ടുള്ളൊരു വഴി തേടി പോകേണ്ടി വരും. ഈ വഴി പോയാൽ പിന്നെ നിങ്ങളുടെ എല്ലാം പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, കൂടെ വരാൻ ശ്രമിക്കുക. പഴയതൊക്കെ വിട്ടേക്കും. കുറേയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ. പഴയത് സ്വാമി പറയുന്നത് വല്ലാതെ പൊരുത്തക്കേട് ഉണ്ടാക്കുന്നുവെങ്കിൽ വരാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടം. വരികയാണെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കൂ. അപ്പൊ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, അധർമ്മം ഉണ്ടാകുന്നത് ഏതെങ്കിലും ഭൂപ്രദേശത്തല്ല. ഏതെങ്കിലും ഭൂപ്രദേശത്ത് സംഭവിക്കുന്നതിന് മുൻപ് അതെവിടെ സംഭവിച്ചു എന്നാണ് വ്യാസൻ പറയുന്നത്? അത് മനുഷ്യ മനസ്സിലാണ്. അതിന്റെ പ്രതീകമാണ് ധൃതരാഷ്ട്രൻ. ആ ചോദ്യം, ധർമ്മക്ഷേത്രേ മാമകാഹ യുയുത്സവ മാമകാഹ കിം അകുർവത. പരം ധർമ്മത്തെ സാക്ഷാത്കരിക്കേണ്ടുന്ന ഈ ശരീരത്തിൽ എന്റേതെന്ന വികാര വിചാരങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? 1-ാമത്തെ ചോദ്യം. 2-ാമത്തെ ചോദ്യം, ധർമ്മക്ഷേത്രേ യുയുത്സവ പാണ്ഡവാഹ കിം അകുർവത. ഈ ധർമ്മക്ഷേത്രത്തില്, പരമമായ ധർമ്മത്തെ സാക്ഷാത്കരിക്കേണ്ടുന്ന ഈ ക്ഷേത്രത്തില് പാണ്ഡവൻ എന്നാൽ പണ്ഡാ ആത്മവിഷയ ബുദ്ധി യേഷാം തേഹി പണ്ഡിതാഹ എന്നതിന്റെ ലക്ഷണം നമ്മൾ കണ്ടു. ആത്മവിഷയകമായ ജ്ഞാനം, അതിന് സഹായിക്കുന്ന സത്വഗുണങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു പാണ്ഡവന്മാർ. അപ്പൊ സത്വഗുണങ്ങൾക്കനുസരിച്ച് ആ സത്വഗുണങ്ങൾ എപ്രകാരം, ഏതൊക്കെ പ്രകാരത്തിൽ എന്നിൽ ധർമ്മത്തിലേക്ക്
ആ പരമമായ ധർമ്മത്തെ സാക്ഷാത്കരിക്കുന്നതിനായി ഞാൻ ഈ ഗുണങ്ങളുമായി സാമ്യപ്പെട്ടുവോ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ധർമ്മക്ഷേത്രേ മാമകാഹ കിം അകുർവത, ധർമ്മക്ഷേത്രേ പാണ്ഡവാഹ കിം അകുർവത. രണ്ട് സ്ഥലത്തും യുയുത്സവ, യുദ്ധം ചെയ്യും, രണ്ടും യുദ്ധമാണ്. മൂന്നാമത്തെ ചോദ്യം, കുരുക്ഷേത്രേ മാമകാഹ കിം അകുർവത, കർമ്മഭൂമികയിൽ ഞാൻ എന്തു ചെയ്തു? എന്റേത് എന്ന ചിന്തകളോടുകൂടി ഞാൻ എന്തൊക്കെ ഗുണ്ടാമണ്ടികൾ ചെയ്തു? കുരുക്ഷേത്രേ യുയുത്സവ പാണ്ഡവാഹ കിം അകുർവത. എന്റെ പ്രവൃത്തികളിൽ നിസ്സംഗമായി നിസ്വാർത്ഥമായി, ഭഗവാൻ നേരത്തെ പറഞ്ഞ യോഗ കർമ്മയോഗം എന്നുണ്ടല്ലോ, ആ യോഗഭാവത്തിൽ യജ്ഞഭാവത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തു? ഇവിടെ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള ക്ലാസ്സുകളൊന്നും ഗീത പഠിക്കണമെന്ന് താല്പര്യമുള്ളവരാരും മിസ്സാക്കാൻ പാടില്ല. അതുകൊണ്ട് ആ സ്വാമി ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾക്കിത് കേൾക്കാൻ എപ്പോഴും സർവദാ നിങ്ങൾ യോഗ്യരാണ്, അങ്ങനെയുള്ള സംശയങ്ങളൊന്നും വേണ്ട എന്ന്. എന്നാലും ചില ദിവസമൊക്കെ അവധി എടുത്തിട്ട് പിറ്റേ ദിവസം ഒരു കുറിപ്പ് കൊണ്ടുവരും, ഇന്നലെ പറഞ്ഞ ഒന്നും കൂടെ പറയണം. ബുദ്ധിമുട്ടാണ്. ദയവ് ചെയ്ത് അങ്ങനത്തെ കുറിപ്പ് സ്വാമിയുടെ അടുത്ത് കൊണ്ടുവരാതിരിക്കുക. ഇന്നലെ പറഞ്ഞത് ഇന്നലത്തോടു കൂടി കഴിഞ്ഞു, ഇന്നലകളെ അധികം സ്നേഹിക്കേണ്ടെന്ന് പറയാം. ശ്രദ്ധിക്കുക. അപ്പൊ ധർമ്മത്തിന്റെ ഗ്ലാനി സംഭവിക്കുന്നത് എവിടെയായിരിക്കണം? ഭൂപ്രദേശത്തല്ല, മനുഷ്യ മനസ്സിൽ തന്നെ, അല്ലേ? അപ്പൊ ധർമ്മച്യുതി സംഭവിക്കുന്നത് യഥാ രണ്ടു പ്രാവശ്യമാണ്. എപ്പോൾ പ്രയോഗം ഗംഭീര. ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നുവോ അധർമ്മസ്യ, എന്നിട്ടോ ധർമ്മസ്യ ഗ്ലാനി അധർമ്മസ്യ അഭ്യുത്ഥാനം, അധർമ്മം അധികരിക്കുന്നത് എപ്പോഴാണോ തഥാ, ആ നിമിഷം, അപ്പോൾ എന്നാണ്, പിന്നെ എന്നൊന്നുമല്ല, അപ്പോൾ. എപ്പോൾ? അപ്പോൾ. യഥാ തഥാ. അഹം ആത്മാനം സൃജാമി, അതാണ് അടിവരയിടേണ്ടത്. അഹം കുതിരപ്പുറം സൃജാമി എന്നല്ല. അഹം ആത്മാനം സൃജാമി. ആത്മൻ ശബ്ദത്തെ നമ്മൾ മനസ്സിലാക്കിയത് എങ്ങനെയൊക്കെയാ? മനസ്സ്, ബുദ്ധി, ബോധം ഇത്യാദിയാണ്. ഞാൻ ബോധത്തിൽ തന്നെ ബുദ്ധിയിൽ തന്നെ ഞാൻ പ്രകടമാകുന്നു. എങ്ങനെ? അരുതെന്ന് പറഞ്ഞുകൊണ്ട്. ഏത് അധർമ്മ ചിന്തയും, ആ അധർമ്മ ചിന്ത ഉണ്ടായി ആ അധർമ്മത്തെ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന വേളയിൽ ഏതൊരുവനിലും ഈ അവതാരം സംഭവിച്ചിരിക്കും. ഇത് സംഭവിക്കില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ, ഇത് സംഭവിച്ചിട്ടില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ, നിങ്ങൾ ഇന്ന് തന്നെ ഒരു അധർമ്മം ചെയ്യാൻ തയ്യാറാവുക. സംഭവിക്കുന്നുവോ സംഭവിക്കുന്നില്ലേ എന്ന് നിങ്ങൾ സ്വയം സാക്ഷ്യപ്പെടൂ. മറ്റുള്ളവരുടെ കാര്യം വിട്ടേക്കും. സ്വാമി, അവർക്കൊക്കെ ഇങ്ങനെ വല്ല ചിന്തയുണ്ടെങ്കിൽ അവരിങ്ങനെ, നിങ്ങളത് വിടൂ, നിങ്ങൾ ചെയ്യൂ. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കൂ. അടുത്തിരിക്കുന്നവന്റെ പോക്കറ്റിലേക്ക് കൈയിട്ടോളൂ, ഇടാനൊരു ശ്രമം നടത്തൂ. എന്തെങ്കിലും ഒരു മോഷണത്തിനൊരു ശ്രമം നടത്തൂ, ഒരടി ഉണ്ടാക്കാൻ ഒരു ശ്രമം നടത്തൂ, ഒരാളെ വെറുതെ ഒരടി കൊടുക്കാൻ, അവനെ ശരിയാക്കണം എന്നൊക്കെ ശരിയാക്കാൻ പദ്ധതിയിടൂ. എന്നിട്ട് ശരിപ്പെടുത്തൂ. നിങ്ങൾ പറയും, സ്വാമി വെറുതെ പറയുക, ഞാനിതാ സുന്ദരമായിട്ട് അധർമ്മം ചെയ്തുകൊണ്ടിരിക്കണം, എനിക്ക് ഒരു പ്രശ്നമില്ല. ഒരു ലോകത്ത്, ഈ ദുനിയാവിൽ ഒരുവനും ഈ അവതാരത്തെ നിഷേധിക്കാൻ സാധ്യമല്ല. പിന്നെ നിങ്ങൾ ഏത് കുതിരപ്പുറത്ത് ഏത് കൃഷ്ണനെയാ കാത്തിരിക്കണത്? ഇനി ഏതെങ്കിലും ഒരു കൃഷ്ണൻ വന്നു എന്നിരിക്കട്ടെ വീട്ടിൽ, ഒരു ദിവസം നോക്കുമ്പോൾ, ഒരു ഞായറാഴ്ച പത്രമൊക്കെ വായിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നു, കടായും, ആരാ അത്? ഞാൻ കൃഷ്ണനാണ്. ഏത് കൃഷ്ണൻ? വസുദേവനന്ദനൻ. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അദ്ദേഹം പരിചയപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഒരു മിനിറ്റ്, ഇപ്പോൾ വരാം. ഒരു നോക്കും കോയിൻസ് എന്താ ഉള്ളത്, ഒരു രൂപ എടുത്തു പോയിക്കോളാൻ പറയും. പോയിക്കോളൂ വേഗം, ഇവിടെ നിൽക്കണ്ട.
അപ്പോഴാണ് കൃഷ്ണൻ മനസ്സിലാക്കിയത്, ഓ ഇവർക്ക് എന്നെ പരിചയമില്ല, എന്നാ എൻ്റെ ശരിയായ രൂപം എടുക്കാം. ഇവര് നോക്കുമ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ മൂപ്പര് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, എന്നാ പിന്നെ ഈ വിധത്തിൽ അങ്ങോട്ട് പോവാം. അടുത്ത വീട്ടിൽ പോയി ബെല്ലടിച്ചു. ആരാ ഇത്? തരക്കേട്ടില്ലല്ലോ ഇല്ലേ? നല്ല ചെറുപ്പക്കാരനാ. കണ്ടോ, ഞാൻ വായിച്ചു കഴിഞ്ഞ ആഴ്ച 11 കോടിയാണ് അത്ര കേരളത്തിൽ നിന്ന് ഭിക്ഷയായിട്ട് പോകുന്നത്. വായിച്ചോ നിങ്ങൾ? 11 കോടി ഇവിടുന്ന് കൊണ്ടുപോകണതാ. ഭിക്ഷക്കാരുടെ കളക്ഷനൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പണിക്ക് പോകാൻ തുടങ്ങും. ഒരു വർഷത്തെ വാർഷിക വരുമാനം. അപ്പൊ തരക്കേടില്ല, നന്നായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാട്ട് ക്ലബിൽ എന്തിലെങ്കിലുമൊക്കെ ചേർന്ന ഇയാൾക്ക് നല്ലൊരു ഇത് കിട്ടുമല്ലോ അല്ലേ എന്ന് വിചാരിച്ച് വീണ്ടും നമ്മൾ പോവുക. ഈ കൃഷ്ണനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കൃഷ്ണനാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പോയിക്കോളാൻ പറയും. പാവം, ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ടേ. പണ്ട് നെഹ്റു ഒരു ജയില് സന്ദർശിച്ച സമയത്ത് അവിടെ ഒരാള് അദ്ദേഹം ചോദിച്ചു, ആരാ മനസ്സിലായില്ല എന്ന്. അപ്പൊ അദ്ദേഹം അധികം ഒന്നും പറഞ്ഞില്ല. അപ്പൊ നെഹ്റു ചോദിച്ചു, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ആരും കേൾക്കണ്ട, ഞാനിത് പറഞ്ഞിട്ടാ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്, ആരും അറിയണ്ട എന്ന് പറയും. ഇതുവരെ സമ്മതിക്കില്ല എന്ന് പറയും. എന്നേ പറയൂ. എന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾ ആലോചിക്കും, ഈ ലോകത്തെ ഏതെങ്കിലും ഒരു വീട്ടിൽ ആരെങ്കിലും അദ്ദേഹത്തെ നിങ്ങൾ പറഞ്ഞ ദശാവതാരത്തിൽ ഈ മത്സ്യമായി കൂർമ്മമായി, മത്സ്യമായി വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? കൂർമ്മമായി വന്നാൽ എന്താ ചെയ്യുക? നരസിംഹമായി വന്നാലും പന്നിയായി വന്നാലും എങ്ങനെ വന്നാലും നമ്മൾ മൂപ്പരെ വിളിച്ചിരുത്തി ഒരു ഗ്ലാസ് ചുക്കുവെള്ളം പോലും കൊടുക്കില്ല. എന്നിട്ട് നമ്മളാണെങ്കിൽ കാതോർത്തിരിക്കണു, എന്നാ വരിക. ഈ ഇരിപ്പാണ് മതം. ഇങ്ങനെ ഇരുത്തലാണ് പുരോഹിതന്മാരുടെ ജോലി. ഈ ഒരു കാത്തിരിപ്പുണ്ടല്ലോ, കാത്തിരിപ്പിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. സ്വാമിക്ക് ഇത് പറയാൻ വിഷമമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിനെ അതിവർത്തിക്കേണ്ടതുണ്ട്. ഒരു കൃഷ്ണനും ഒരു പ്രകാരത്തിലും വരില്ല. ഇതാ ഇവിടെ ഭഗവാന്റെ വാക്കുകൾ വളരെ വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു. വ്യക്തമാണ്. എപ്പോൾ അധർമ്മം എവിടെ ആരംഭിക്കുന്നു അവിടെ ഞാൻ അവതരിക്കുന്നു. അരുതെന്ന് പറഞ്ഞുകൊണ്ട്, അരുത് കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട്. ആരില്ല ഇതില്ലാത്തത്? ഒരു പെൻസിൽ മോഷ്ടിക്കുന്ന കുട്ടിയോട് പോലും അരുതെന്ന് പറയുന്നുണ്ട് ഉള്ളിൽ നിന്ന്. പിന്നെ ശകുനിമാവനൊക്കെ ശക്തമായി ഇടപെടുന്നത് കൊണ്ടാണ് ഈ മോഷണമൊക്കെ നടക്കുന്നത്. ഒരിക്കലൊക്കെ ആകാം. പിന്നെ യുദ്ധമായി. കളവ് പറഞ്ഞാൽ സംഘർഷം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? ധർമ്മബോധം ഉള്ളതുകൊണ്ട്. എത്ര അനായാസമായി കളവ് പറയാൻ സാധിക്കുകയാണെങ്കിലും ഈ പ്രശ്നം ഉണ്ടാവും. അപ്പം ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നത് വ്യക്തിയുടെ അന്തരംഗത്തിലാണ്. ആ അന്തരംഗത്തിൽ തന്നെയാണ് ഭഗവാൻ അവതരിക്കുന്നത്.